ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ മൊഴിയെടുത്തു. ഇതിനിടെ ജസ്റ്റിസ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ ചുമതലകൾ നൽകരുത് എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രൂപീകരിച്ച ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടികൾക്ക് ചീഫ് ജസ്റ്റിസിന് ശുപാർശ ചെയ്യാൻ കഴിയുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രൂപീകരിച്ച ആഭ്യന്തര അന്വേഷണ സമിതിയുടെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഡൽഹി ചാണക്യപുരിയിലെ ഹരിയാന സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലാണ് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. വിവാദത്തെ സംബന്ധിച്ച് ജസ്റ്റിസ് വർമ്മയുടെ വിശദീകരണം ആഭ്യന്തര അന്വേഷണ സമിതി ഇന്ന് കേട്ടു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിലെയും ഫയർഫോഴ്സിലെയും ചിലരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. നോട്ടുകെട്ടുകൾ കത്തിയ സംഭവത്തിൽ ഒരു സ്ത്രീയുടെ പങ്കും സമിതി അന്വേഷിക്കുന്നുണ്ട്. ജസ്റ്റിസ് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായതിനു പിന്നാലെ അവിടെ കാറിലെത്തിയ സ്ത്രീയുടെ പങ്കാണ് അന്വേഷിക്കുന്നത്. ഇതിനിടെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷന്റെ ആവശ്യം തള്ളിക്കൊണ്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ സ്ഥലം മാറ്റൽ ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തതുപോലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്കാണ് തിരിച്ചയച്ചിരിക്കുന്നത്. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.